ആദ്യമായിട്ടായിരിക്കും ഒരാൾ ചായ മെട്രോളും കഴിക്കും. ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാന്ന് പറഞ്ഞ് കയറിയതാണ്, എന്നെ കൊണ്ട് കയറ്റിയതാണ്. ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതി മേടിക്കാൻ. ഇപ്പോൾ 2500 രൂപ ബില്ലും ആയി, ലിപ്സ്റ്റിക്ക് എന്നാ മേടിച്ചില്ല. ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഗൈസ്. ഇതുവരെ ഓടുമ്പോഴത്തേനും ചറി ഇറങ്ങണതേ, മേളിൽ പോയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചറി ഇറങ്ങാം. ഇതാണ് വൈബ് ഗൈസ്. അങ്ങനെ ഇതാണ് കുബൈബ മന്തി. അപ്പം നമ്മൾ ഇവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. റെക്കോർഡ് ടിക്കറ്റ് സെയിലാ. ആര് കാരണം? യെസ് ഗൈസ്, ഇന്ന് ഡേ 2 ആണ്. ഇപ്പോൾ സമയം 7 മണിയായി. സമയം 7 മണിയായി. ഇപ്പോൾ ഇവിടെ നേരെ കോഴിക്കോട് പോകണം. അറൗണ്ട് ഒരു 250 കിലോമീറ്റേഴ്സ് ഉണ്ട്, 250-260 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നേരെ കോഴിക്കോടാണ് പോകേണ്ടത്. പോകുന്ന റോഡ് അത്ര നല്ല റോഡല്ല, മോശമാണ്. കുറച്ച് നേരം ഹൈവേ ഇട്ടത്തുള്ളൂ, ബാക്കി ഫുൾ അഴുക്ക മോശം റോഡുകളാണ്. സോ അതുകൊണ്ട് ഇപ്പം 7 മണിക്ക് എണീറ്റു. അവിടെ 3 മണിക്കൂർ റീച്ച് ആവണം. ചെറിയ മഴയുണ്ട്. സോ ഞാൻ പോകുന്ന വഴിയെല്ലാം കാണിച്ചത്. ഓക്കെ, നല്ല കിടിലം മഴ വരുന്നു ഗായ്സ്. നല്ല കിടിലം മഴ, ഒരു രക്ഷയില്ലാത്ത മഴക്കോളാണ്. കണ്ടോ, ഇതിപ്പോ നമ്മള് അങ്കമാലി എത്തി. അങ്കമാലി കഴിഞ്ഞ് ഇതാ ടോളിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത മഴ. ഞായറാഴ്ച ഉണ്ട്, റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ കിടിലം മഴ. 6 മണി 7 മണി നല്ല ഇരുട്ടുണ്ട്. രാവിലെ 8 മണി 8 മണി ആയില്ല, 7:30 ആയതുള്ളൂ. 50 കിലോമീറ്റർ കവർ ചെയ്ത് ഇനിയുണ്ട് 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഫുഡും കൂടെ കഴിച്ചിട്ട് ഒരു 5 മണിക്കൂർ എടുക്കും. പക്ഷെ നല്ല മഴ, കിട്ടില്ല മഴ, രക്ഷയില്ലാത്ത മഴ വരുന്നു. മഴ പെയ്തു തുടങ്ങിയില്ല, പക്ഷെ മഴ വരുന്നു. മഴ തുടങ്ങി ഗൈസ്. മഴ കിട്ടി. നല്ല കിട്ടിയില്ല മഴ. വലിയ തുള്ളികളാണ്. ഗ്ലാസ്സിലോട്ട് വീഴുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? വലിയ മഴത്തുള്ളികളാണ്. ഭയങ്കര മഴ, രക്ഷയില്ലാത്ത മഴ. പതുക്കെ പോകാൻ പറ്റുന്നുള്ളൂ. നല്ല മഴ, അടിപൊളി മഴ. 42 കിലോ ഉണ്ടായിരുന്നു. 50 കിലോ റേറ്റ് കൂടിയെന്നാണ് പറയണത്. അമ്മാതിരി തീറ്റിൽ തിന്നണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് നിർത്തിയതാണ്. തൃശ്ശൂരെത്തി. തൃശ്ശൂർ ശരവണ ഭവനിലാണ് നിർത്തിയത്. പക്ഷേ ഭയങ്കര തിരക്കാണ്, സീറ്റില്ല. മാത്രമല്ല ഫുഡ് കിട്ടാനും താമസിക്കുന്നു. കുറച്ചായിരുന്നു ഫുഡ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങി. ഇപ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. അടുത്ത ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഞാൻ കാണിച്ചത്. തൃശ്ശൂരെത്തി. തൃശ്ശൂർ റൗണ്ട് കഴിഞ്ഞു. കുറച്ചെത്തതേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ സ്റ്റോഡ് നോക്കിക്കൊണ്ടിരുന്നു. തപ്പട്ടെ. യെസ് ഗൈസ്, അങ്ങനെ ഫുഡ് കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വിചാരിച്ച് 2 ചായ പറഞ്ഞ പേപ്പർ കപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ മഴ പൊടിയുന്നുണ്ട്. ഔട്ട്ഡോറല്ലേ, ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാർ അപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കണം. അപ്പം അതുവരെ പോകണ്ടേ ഇനി. അപ്പോൾ ചായയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്റ് റോളുണ്ട് ഇവിടെ. മീറ്റ് റോളും പപ്സും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്, അതേ ഉള്ളൂ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി അത് കഴിഞ്ഞ് നേരെ പോകണം. ഞാൻ അടുത്ത സ്റ്റോപ്പ് മിക്കവാറും വേറെ വഴിയൊന്നും കാണത്തില്ല. വഴി പെട്രോൾ അടിക്കാൻ നിർത്തേണ്ടി വരും. പിന്നെ അതിനുശേഷം കോഴിക്കോട് തന്നെ ആയിരിക്കും. ഫുഡ് കഴിക്കാൻ കോഴിക്കോടാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ടല്ലോ, നല്ല ബിരിയാണി മന്തി കോഴിക്കോട് കിട്ടും. അപ്പോൾ അവിടെ ചൂസ് ചെയ്തേക്കണം. ഇങ്ങനെ ചായയും മീറ്റ് റോളും കഴിക്കണം. നമ്മുടെ ആഷ് ഞാൻ പപ്സ്, ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് പപ്സ് മാത്രം മേടിച്ചോളൂ. പപ്സ് കഴിക്കണം. കൊക്ക് ഒരേനം കഴിച്ച്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഹൈവേ ആണിത്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരോട്ട് പോണ ഹൈവേ ആണ്. ഗുരുവായൂർ പോവില്ല, അതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വളയും. ഗൈസ്, തൃശ്ശൂർ ഇതേപോലെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അതാകുമ്പോൾ ചെറിയ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഫുള്ള് ഫുഡൊക്കെ നടത്തി അങ്ങനെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട് ഗൈസ്. ഇതാണ് ഇത് ഫുഡ് സ്പോട്ട്. ഇവിടെ നിന്നാണ് രാവിലെ ചായ കുടിച്ചത്. ഇതേപോലെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ തൃശ്ശൂർ. തൃശ്ശൂരെ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ നല്ല ഫുഡ്സാണ്, നല്ല അടിപൊളി ഫുഡാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഷവായ ആയാലും ഇവിടെ ഓവൻ ഷവായ എന്നൊരു കടയുണ്ട്. നോർമലി തൃശ്ശൂർ വരുമ്പം അവിടെ ഷവായ കഴിക്കാറ് പതിവാണ്. സോ നല്ല ടേസ്റ്റാണ് അവിടെ. കറക്റ്റ് ദുബായ് സ്റ്റൈൽ ഷവായാണ്. ദുബായിൽ നമുക്ക് ഗ്രീൻ സിറ്റി റെസ്റ്റോറൻ്റൊക്കെ അത്ര ഫേമസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയവർക്ക് മനസ്സിലാവും ദുബായിൽ. അപ്പം നൈസാണ്, അതേപോലത്തെ ഒരു മൂടാണ്. നല്ല ഷവായ അവിടുത്തെ. ഫസ്റ്റ് സാലഡ് സൂപ്പ് വരുന്നു, പിന്നെ സാലഡ് വയ്ക്കുന്നു, പിന്നെ ഷവായ അടിപൊളിയാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തി. തൃശ്ശൂരിലാണ് നിർത്തിയത്.
ഡീസലിൻ്റെ റേറ്റ് 100 രൂപയാണ് തൃശ്ശൂർ. സീറോലാണ് സാധ്യത. ഇപ്പോൾ നേരെ കോഴിക്കോട്. ഇനി കോഴിക്കോടിലേക്ക് 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ 153 കിലോമീറ്റർ. ഏകദേശം 12:25 ആകുമ്പോൾ എത്തും. കോഴിക്കോടല്ല, ആക്ച്വലി വടകരാണ് പോകുന്നത്. കോഴിക്കോട് ഒരു ഫുഡ് കഴിക്കണം. അപ്പോൾ കോഴിക്കോടേക്ക് വന്നൊരു 12 മണിക്കൊക്കെ എത്തുമെന്ന് തോന്നുന്നു. 2 സൈഡും വയൽ ഗൈസ്. ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരാണ്. പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് അടിച്ച് അങ്ങനെ വയലിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. കൊള്ളാം. ഇന്ന് ഞായറാഴ്ച ഉണ്ട്, അതിന് തിരക്കില്ല റോഡിലൊന്നും. ഇനി പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. 9:30 ആയിട്ടുള്ളൂ. തിരക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം. നമ്മൾ ഓൺ ദ വേ ആണ്. വരുന്ന വഴിക്കില്ല ഈ ഞാവൽപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്ത വിലയാണ് ചോദിക്കണത് അവര്. അരക്കില് 200 രൂപയാണ് ഞാവൽപ്പഴത്തിന് വരെ ചോദിക്കണത്. ആക്ച്വലി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു, പക്ഷേ മേടിച്ചില്ല. അരക്കില് 200 രൂപയ്ക്കൊക്കെ നഷ്ടമാണ്. അത്രയൊന്നുമില്ല ഈ സാധനത്തിന്. പക്ഷെ അതിനിപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വില ചോദിക്കണത്. എന്നാലും അരക്കില് 200 രൂപ നഷ്ടം. എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഞാവൽപ്പഴം. ഇതേപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഞാവൽപ്പഴം ഉണ്ട്. ഞാവൽപ്പഴം, മാംഗോസ്റ്റീൻ, റംബുട്ടാൻ ഇങ്ങനെയുള്ള കുറെ ഫോറിൻ സാധനങ്ങളാണ് ഇപ്പോൾ ട്രെൻഡ്. പക്ഷെ നല്ല വിലയും. മാംഗോസ്റ്റീൻ എത്ര? 360 രൂപ 1 കിലോ. അങ്ങനെ ഞങ്ങളിത് ഹൈവേ കയറിയിരിക്കുന്നു. ഹൈവേന്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഓപ്പൺ ആണ്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ള് ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിപ്പം ആക്സസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു 3 മണിക്കൂറിലെത്താം. ബാക്കി ടൈം നമുക്ക് അത്രയ്ക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഹൈവേന്റെ പണിയൊക്കെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഹൈവേന്റെ പണി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരാം. എന്നുവെച്ചാൽ വലിയ ഇതില്ല, നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിച്ചു വരാം. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നോർമലി മറ്റേ കൊച്ചി വരെ MC പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വേറെ കുറേ റോഡ് കയറിയിട്ടാണ് പറഞ്ഞത്. പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2.5 മണിക്കൂറേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഗൈസ്. ഇതുവരെ ഓടുമ്പോഴത്തേനും ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ ഫുള്ള് നമ്മുടെ ട്രിവാൻഡ്രം മുതൽ ഇങ്ങറ്റം വരെ ഹൈവേ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മളെപ്പോലെ മാനുവൽ കാറൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഓടും. പക്ഷെ ആകെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 വീലേഴ്സ്, ഓട്ടോ അങ്ങനെയുള്ള സ്ലോ വെഹിക്കിൾസ് ഒക്കെ ഇതിനകത്ത് വരുമ്പോൾ ഉള്ളൊരു ടാസ്ക് ഉണ്ട്. കാരണം അത് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഓടിക്കുമ്പോഴത്തേന് ഈ സ്ലോ വെഹിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ലൈന് മാറിയൊക്കെ കയറി കഴിഞ്ഞാൽ അത്ര സ്പീഡിലായിരിക്കും ഇതിൽ വണ്ടികൾ വരുന്നത്. കാരണം 100 നമ്മൾ കയറുന്ന അറിയ പോലുമില്ല. അത്ര സ്പീഡിൽ ഓടിക്കാനാണല്ലോ പിന്നെ ഹൈവേ വരുന്നത്. അപ്പോൾ പിന്നെ അത് പിന്നെ ബുദ്ധിമുട്ടാവും. നമ്മളിടയ്ക്ക് വരുന്ന വഴിക്ക് ബൈക്കുകളൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുട്പാത്ത്, ചില സ്ഥലങ്ങളിൽ ഫുട്പാത്തും 2 വീലേഴ്സും ഓട്ടോ ഒക്കെ അലൗഡാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് സ്ഥലത്ത് അലൗഡ് അല്ല. സെറ്റായി വരുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും കുറേ സ്ഥലത്ത് ഓപ്പൺ ആയി. കുറച്ച് ഫ്ലൈ ഓവേഴ്സും കൂടി ഓപ്പൺ ആവാനുള്ളൂ. അതും കൂടെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് ഹൈവേ ഓപ്പൺ ആവേണ്ടത്. ഇവിടെയൊക്കെ നമ്മുടെ ബസ് ബേ ഒക്കെ ഉണ്ട്. ബസ് ബേ ഒക്കെ അതിൻ്റെ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 50 ആണ് സ്പീഡ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ രക്ഷയില്ല. പെട്ടെന്ന് ഒരുപാട് ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഹൈവേ വളരെ ഉപകാരപ്പെട്ട സംഭവമാണ്. 6 മണിക്കൂർ 7 മണിക്കൂർ ട്രാവലൊക്കെ നമുക്ക് ഭയങ്കര സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇതുവരെ ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. നമ്മളത് അടുത്ത ടോൾ എത്തിയിട്ടുണ്ട്. ഓൾറെഡി ഒരു ടോള് കഴിഞ്ഞായിരുന്നു. ഇപ്പൊ അടുത്ത ടോൾ എത്തിയിട്ടുണ്ട്. വെട്ടിച്ചിറ ഫ്രീ പ്ലസ. ഇവിടെ ബൂത്തൊന്നുമില്ല. പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഫാസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഒന്നും മറ്റേ ബൂത്തുകളില്ല. ഇവിടെ അടിച്ചു പോകുന്നുള്ളൂ. ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നുള്ളൂ. ഇവിടെ അല്ലാതെ ബൂത്തായിട്ടൊന്നുമില്ല. നമ്മൾ അടുത്ത ടോൾ എത്തിയിരിക്കുകയാണ്. ടോളിന്റെ പേര് പന്തീരുകാവ്. ഓക്കെ, പന്തീരുകാവാണ്. ഇവിടെ നല്ല ബ്ലോക്കാണ്. സാധാരണ ഇത്രയും നേരം നമ്മളിവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ എന്തായാലും പൈസ എടുക്കും നമ്മളെ ഇന്ന്. നല്ല തിരക്കുണ്ട്. എല്ലാ ലൈനിലും വണ്ടി ഭയങ്കര ക്യൂ ആണ്. നമ്മൾ തന്നെ ഇവിടെ 2 മിനിറ്റായി വന്നിട്ട്. ഇവിടെയും നമ്മുടെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഫാസ്റ്റാഗ് എന്തായാലും ചെയ്തോളുക. ഇവിടെ എന്തായാലും പൈസ മേടിക്കാൻ മറ്റേ ഇതൊന്നും ഇല്ല. ഇവിടെ കൗണ്ടറിലൊന്നും ആളിരിപ്പില്ല. ജസ്റ്റ് സ്കാൻ ചെയ്ത് വിടുക മാത്രമേ ഉള്ളൂ.
ഇതാണ് വിഷയം. നമ്മളിപ്പോൾ ഹൈലൈറ്റ് മോളിൽ ലെഫ്റ്റ് സൈഡ് കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് അങ്ങോട്ട് ഇറങ്ങാണ്ട് എക്സിറ്റ് വിട്ടുപോയി. ഇനി 4.5 കിലോമീറ്റർ അത് ഫുള്ള് ഇനി ഇവിടുന്ന് വന്ന് ഇനി ഇവിടുന്ന് തിരിഞ്ഞ് പിന്നെ താഴെ കൂടെ പോയി അപ്പുറത്തൂടെ കറങ്ങി വരണം. മോളെത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കാണ്. പാർക്കിങ് തന്നെ കയറാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നമുക്ക് ഫാസ്ടാഗ് കൊടുക്കുന്നതാണ് ബെറ്റർ. നമ്മളിപ്പോൾ ലുലുവിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഫാസ്ടാഗ് ഉണ്ട്. ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഫാസ്ടാഗ് ചാർജ് ചെയ്ത് ഇട്ടേക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പൈസ ആയിട്ട് കൊടുക്കേണ്ട, ഇറങ്ങുമ്പോൾ ഫാസ്ടാഗ് സ്കാൻ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. ആക്ച്വലി കുറച്ച് നേരത്തെ ആയി, 11 മണി ആയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്കിവിടെ 6 മണിക്ക് പരിപാടി ഉള്ളൂ. ഒരു 3-4 മണിക്കൂടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ കോഴിക്കോട് ഇപ്പോൾ ഹൈലൈറ്റ് മാൾ കണ്ടായിരുന്നു. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ കയറി. അപ്പോൾ ഇവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ ചറുകി ഇറങ്ങണതേ. മേളിൽ പോയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചറുകി ഇറങ്ങാം. എന്നെപ്പോലെ മടിയുള്ളവർക്ക് കുഴപ്പമില്ല, സിമ്പിളായിട്ട് മേളിൽ പോയിട്ട് പൈസ കൊടുത്ത് ഇങ്ങനെ ചറുകി ഇങ്ങനെ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷുഗറിൽ കയറാൻ തീരുമാനിച്ചു. അവർക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഷുഗറിൽ കയറാൻ നോക്കാമല്ലോ, ഒരു ലിപ്സ്റ്റിക്ക് തീർന്നായിരുന്നു. അപ്പം ഷുഗറിൽ കയറണം തീരുമാനിച്ചിരിക്കുക. മാളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യമില്ല, കുറച്ച് കൂടുതൽ തിരക്കുണ്ട്. നമ്മളിവിടെയൊക്കെ ഇവിടെ 11 മണിയായിട്ടുള്ളൂ. നമ്മൾ സൺഡേ ആണ്. അവിടെ ഒരു 5 മണിക്ക് തിരക്ക് നിർത്തുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട്. എന്തായാലും ഇന്നലെ കാറ് പാർക്ക് ചെയ്യാനായാലും ഏകദേശം കുറേ സമയം എടുത്തായിരുന്നു. ഇവിടെ നിന്നിട്ടാണ് പാർക്ക് ചെയ്യാൻ പറ്റിയത്. ഗൈസ്, ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാന്ന് പറഞ്ഞ് കയറിയാണ് ഗൈസ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യണമെന്ന്, കൺസീലർ മേടിക്കണമെന്ന്, അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മേടിക്കണമെന്ന് പറയണം. വെറുതെ വന്നതാണ്. 2000 സംതിങ് രൂപയുടെ ബില്ലാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫൗണ്ടേഷനും ഒരു പ്രൈമറും മേടിച്ചപ്പോൾ കോമ്പാക്ട് പൗഡർ ഫ്രീ കിട്ടി. പിന്നെ എനിക്കൊരു നെയിൽ പോളിഷ് ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു. ആക്ച്വലി എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ്. നെയിൽ പോളിഷ് ചുമ്മാ പൈസ കൊടുത്ത് മേടിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് നെയിൽ പോളിഷ് അവർ ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. ഐ എം സോ ലക്കി. 2000 സംതിങ് ഞങ്ങളുടെ ബില്ലായിരുന്നു. പക്ഷേ 1200 രൂപ ബില്ലായിരുന്നു. 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേയ്മെൻറ്റ് കൊടുത്താൽ ഒരെണ്ണം അവർ ഫ്രീ ആയിട്ട് തരും. സോ നൈസാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഇത് ട്രിവാൻഡ്രത്തുനിന്ന് മേടിക്കാം, കൊച്ചിയിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം ഷുഗർ ആകുമ്പോൾ. അതുകൊണ്ട് മേടിച്ചതാണ്. പക്ഷേ ഞാൻ അന്വേഷിച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാത്രം കിട്ടിയില്ല. അതിനിപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് തന്നെ വേണം. ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. എന്നെ കൊണ്ട് കയറ്റിയതാണ്. ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതി മേടിക്കാൻ. ഇപ്പോൾ 2500 രൂപ ബില്ലുമായി ലിപ്സ്റ്റിക്ക് എന്നാ മേടിച്ചുമില്ല. അതാണ് അവസ്ഥ. കുറ്റം പറഞ്ഞിട്ട് ഷൂ ക്ലിയറൻസ് എന്നും പറഞ്ഞിട്ട് 70% ഓഫ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പോയേക്കണതാണ്. ഇനി എത്ര 1000 രൂപയുടെ ഷൂ മേടിച്ചിട്ട് വരുന്നോ ആവോ. നമ്മൾ ഹുബൈബ മന്തി, ഹുബൈബയോ ആണ് കേരളത്തിലെ ബെസ്റ്റ് മന്തി എന്നാണ് പറയുന്നത്. ആദ്യമാണ് പറഞ്ഞത് ബെസ്റ്റ് മന്തിയാണ്, അടിപൊളിയാണ്, കിഡിലാണ്, സെറ്റാണെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ മറ്റേ ഹൈവേയിൽ പോയിട്ട് ഹൈവേന്ന് നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി 6 കിലോമീറ്റർ അകത്തോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് മിഠായി തെരുവിന്റെ അടുത്തായിട്ടൊക്കെ വരും എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ അറിയാം ഏരിയ ഏതാണെന്ന്. നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് വന്നതല്ലേ, എന്തെങ്കിലും കഴിക്കാം. കാരണം രാത്രി പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നല്ല 7 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേന് 10 മണി 11 മണി. അപ്പം ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. കാലിക്കറ്റ് മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. നല്ല കിട്ടില്ല ഫുഡുകളാണ്. ഞാനിവിടെ മുന്നേ വരുമ്പോഴത്തേനും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിക്കുന്ന ബിരിയാണി കിട്ടിലാണ്. അപ്പം മന്തി അടിപൊളിയാണെന്ന് പറഞ്ഞു. മന്തി പല സ്ഥലത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആക്ച്വലി ട്രിവാൻഡ്രം വിട്ടാൽ പിന്നെ വേറൊരിടത്ത് മന്തി എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ കഴിച്ചു നോക്കാം. ഇവിടുത്തതാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മന്തി, അല്ലെങ്കിൽ ഇതാണ് നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മന്തി എന്നാണ് നമ്മൾ കേട്ടത്. കഴിച്ചു നോക്കാം, എങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ ഇതാണ് ഹുബൈബ മന്തി. അപ്പം നമ്മൾ ഇവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ആദ്യത്തെ കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയാം. ഞങ്ങളെന്നെ കുബാബ എത്തിയത്. ഇവിടെ ആൾക്കാർ ഫുള്ള് വെയിറ്റ് ചെയ്യണമാണ്. ഇത്രയും സീറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ്. അത് അവിടെ അനൗൺസ്മെന്റ് ഉണ്ട്. അവർ അനൗൺസ് ചെയ്തിട്ടേ മുകളിലോട്ട് കയറ്റുള്ളൂ. മുകളിൽ ഇത്രയും സീറ്റ് ഉണ്ട്, പക്ഷെ അവർ അനൗൺസ് ചെയ്തിട്ട് മുകളിലോട്ട് കയറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട് ഇവിടെ. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം.
നല്ല തിരക്കാണ്, ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നത്. ഇപ്പോൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് പുറത്തിട്ടിട്ടാണ് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ്, നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം, ഒരു 5-10 മിനിറ്റ് ഇരിക്കണം. അപ്പം നമ്മുടെ പേര് വിളിക്കും. പക്ഷെ മുകളിൽ സീറ്റുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുകളിൽ പോവാം. അപ്പം നമ്മൾ കുബൈബ മന്തിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇവരെ സ്റ്റോറിയും ഇവരെ അക്കംപ്ലിഷ്മെൻറ്റ്സും എല്ലാം എഴുതിയിട്ടുണ്ട്. ആലപ്പുഴയുള്ള ഫ്രണ്ട്സാണ് ഒന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു ആംബിയൻസ്, നല്ല ആംബിയൻസ് ആണ് ഗൈസ്, നല്ല മൂഡ് സ്പേസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു വൈബിൽ ഇരിക്കുക. യെസ് ഗൈസ്, നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ആക്ച്വലി അതിന് ഫസ്റ്റ് ലൂഫ് മന്തിയാണ്. ഇപ്പോൾ ഹാഫാണ് ഓർഡർ ചെയ്തത്. മന്തി വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് മയോണൈസും സാലഡും വന്നിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? ഇതുള്ള ഫ്ലേവർഫുൾ ആണ്. ചിക്കൻ്റെ ആ ഫ്ലേവർഫുൾ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അൽഫാം കഴിച്ചു നോക്കാം. ഇത് ഫസ്റ്റ് ലൂഫ് അല്ലേ? ഫസ്റ്റ് ലൂഫ് അൽഫാമാണ്. ഓർത്തിട്ടാണ് ടേസ്റ്റുണ്ട്, അടിപൊളിയാണ്. അൽഫാമായാലും നല്ല ക്രീമിയാണ്, സോസൊക്കെ ആയിട്ടും ക്രീമി ആയിട്ടൊരു ടേസ്റ്റാണ്. റൈസായാലും നല്ല ഫ്ലേവർക്ക് ചിക്കൻ ഫ്ലേവർ റൈസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചു. ബെസ്റ്റ് മന്തിയാണ് കഴിച്ചത്, വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിയാണ്, ഒന്നും പറയാനില്ല. ആക്ച്വലി ഇത് ആലപ്പുഴയാണ് മെയിൻ. ആലപ്പുഴയാണ് ഈ കട തുടങ്ങിയത്. പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ കൊച്ചി, കോഴിക്കോടൊക്കെ എത്തിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിയാണ് കഴിച്ചത്. ഞാൻ ബില്ല് കാണിച്ചു തരാം. കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് സൈഡാണ്. എക്സ്പെൻസീവ് എന്ന് പറയുമ്പം നോർമൽ മന്തി വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് സൈഡാണ്. ഇതാണ് ഇപ്പോൾ ബില്ല് വരുന്നത്, ഇതാണ് റേറ്റ് വരുന്നത്. ഇപ്പം മന്തി റൈസ് ഇപ്പോൾ എക്സ്ട്രാ ക്വാർട്ടർ ഒന്ന് മേടിച്ചായിരുന്നു. അപ്പം അതിന് തന്നെ ഏകദേശം ഒരു മന്തിയുടെ പ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബില്ല്. ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് തന്നെ, വേറെ സ്റ്റോപ്പൊന്നുമില്ല. നേരെ ആക്റ്റീവ് പ്ലാന്റിലോട്ടാണ് പരിപാടിക്ക്. ഓക്കെ, ഞാൻ അവിടെ പോയിട്ട് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അൽഫാം സാധാരണ കഴിക്കാറില്ല, പക്ഷേ നല്ല ജ്യൂസി ആയിട്ട് നല്ല കഴിച്ചതേ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. വയറ് പൊട്ടാറായി. എന്നിട്ട് വീണ്ടും മന്തി റൈസ് മേടിച്ച് വീണ്ടും കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രം എന്താ ആദ്യം ഒന്നും ചെയ്യുന്നില്ല. കൊള്ളത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവനെ ഇടിച്ചാനേ. ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ചെയ്യണോ? അയ്യോ ശോകം. ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂർ അങ്ങോട്ട് പോകണം. പക്ഷെ മൈലേജും കുറവാണ് കിട്ടിയത്. ഹൈവേ ആയിരുന്നു, നല്ല ഹൈവേ ആയിരുന്നു, വെച്ച് ചവിട്ടായിരുന്നു, നല്ല സ്പീഡിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ പോയി മൈലേജ് നല്ല കുറവാണ് കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട്. 3 മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ എത്തി. ഇനി അവരുടെ സ്റ്റോപ്പില്ലേ, നേരെ അവിടെ തന്നെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, എന്നിട്ട് 4 മണി 5 മണിക്ക് പരിപാടിക്ക് കയറുക. പിന്നെ അതിന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഓവൻ ഷവായി ഉണ്ട്, അവിടെ കയറിയിട്ട് വല്ലതും ഞം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അതും എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഇന്ന് അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ടൈമിന് അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും, അതും കാണാം. ഗൈസ് പോയിട്ട് ഇത്രയും നേരം നമ്മൾ അടിപൊളി റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഇപ്പോൾ ആ പണി നടക്കുന്ന സ്ഥലത്തോടെയാണ് വരുന്നത്. രാത്രി എങ്ങനെ ഇതൊരു പോകുന്നുണ്ട്, ഇവിടെ എവിടെയാണ് വഴി അല്ലാത്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന വണ്ടീനെ ഫോളോ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണമായിരുന്നു, മൊത്തം പൊളിച്ചടിക്ക് ഇട്ടേക്കുന്നുണ്ട്. ഇനി മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ പുറത്തോടി പോകുന്നൊന്നും അറിയാൻ പാടില്ല. തിരിച്ചു വരുമ്പോൾ വേറെ വഴി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ബിക്കോസ് ഇപ്പോൾ പകൽ തന്നെ വഴി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു ഇൻഡിക്കേറ്ററും ഒന്നും വെച്ചിട്ടില്ല. അപ്പം രാത്രി വരുമ്പോഴത്തേന് എന്താവസ്ഥയെന്ന് അറിയില്ല. അത് മൊത്തം കുഴിയാണ്, സൈഡിലൊക്കെ ഭയങ്കര കുഴിയാണ്. വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വലിയ കുഴിയിലോട്ടായിരിക്കും വീഴണം. പണി നടക്കുന്നത് കൊണ്ട് സാധാരണ നമ്മുടെ റോഡ് അവിടെയൊക്കെ പണി നടക്കുമ്പോഴത്തേന് ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെതായ റിസ്ക് ഉണ്ട്. വലിയ പണിയാണ് നടക്കുന്നത്. വേറെ ഏതെങ്കിലും റോഡ് ഉണ്ടോ എന്ന് നോക്കണം. പണി ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലെഫ്റ്റ് എടുത്ത് കുറച്ച് ഇനി ഇങ്ങനത്തെ റൂട്ടാണ്. ഇനി ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ റോഡ് ഉണ്ട്. ഇനി ഫുൾ ഇങ്ങനത്തെ റൂട്ടാണ്. കുളം ഇറക്കി ഇട റോഡ് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ്. അങ്ങനെ ആക്റ്റീവ് പ്ലാനറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ട് കയറുന്ന എൻട്രൻസ്. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ സംഭവം. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളൊരു 6 മണിക്കൂർ യാത്ര, ഏകദേശം 6 മണിക്കൂർ യാത്ര കഴിഞ്ഞ് 260 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് ആക്റ്റീവ് പ്ലാനറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് റെഡിയായിട്ട് സമയമുണ്ട്, 6 മണിക്കാണ് പരിപാടി. ഫ്രഷായി റെഡിയായിട്ട് പതുക്കെ പരിപാടി തുടങ്ങണം.
നമ്മൾ ആക്റ്റീവ് പ്ലാന്റ് എത്തി. വണ്ടി മേളിൽ പാർക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. വണ്ടി എന്താ പറയാ, അവിടെ ഫുൾ പാർക്കിംഗ് ഫുള്ളായിരുന്നു. താഴെ ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അവരൊരു ബസ് വിട്ട് നമുക്ക് വേണ്ടി. എന്താ പറയുക, നമുക്ക് അതിൽ പോയിട്ട് കുറേ കുറച്ച് ദൂരമുണ്ട്, നടക്കാറുണ്ട്, ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ബസ് വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാണിച്ചരാം, ഇങ്ങനത്തെ ഒരു വൈബാണ്. എന്താ പറയുക, ഏരിയ എന്നിട്ട് ഇങ്ങനെയും കുറേ സ്ഥലത്ത് നമുക്ക് വരും. മനസ്സിലായി, എപ്പോഴും നല്ല അടിപൊളി ആയിരിക്കില്ല. കാണിച്ചരാം. അങ്ങനത്തെ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോയി നേരെ അവർ കൊണ്ട് മേളിൽ കൊണ്ട് വിടും. അപ്പം അവിടെ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് പോകണം. ഇന്നിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് എന്നാണ് അറിയാൻ കിട്ടിയത്. ഇത്രയും ദിവസമുള്ളിൽ ഏറ്റവും വലിയ ക്രൗഡ് ഇന്നാണെന്നാണ് ഇവിടെ പാർക്കിൽ അറിയാൻ പറ്റിയത്. ആര് കാരണം എന്താണ്? റെക്കോർഡ് ടിക്കറ്റ് സെയിലാ. ആര് കാരണം? സത്യം, നമ്മുടെ സെലിബ്രിറ്റി DJ ഉള്ളപ്പോ വേറെ ഒന്നും അല്ല. മനസ്സിലായ? അങ്ങനെ നമ്മള് പാർക്കിലോട്ട് പോകുന്നു. ഇത് എത്തിയില്ല. നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോണ കൂടാണ്. അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോയി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് നമ്മള് പാർക്ക് എത്തിയിട്ടില്ലേ, ബസ്സിലാണ്. ഇവിടെ ഇങ്ങനെ ചില്ലാണ്. പോവുക, പരിപാടി ചെയ്യുക, വീട്ടിൽ പോവുക. ടയേർഡായി. നീ ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ച് ട്രിവാൻഡ്രം പോകണ്ട. ആ ടാസ്ക് ഏകദേശം 500 കിലോമീറ്റർ, അബോ 500+ കിലോമീറ്റേഴ്സ് വൺ സ്ട്രെച്ച് പോകണം. കാരണം നാളെ ഇവിടെ പരിപാടി ഉണ്ട്, പോകാതിരിക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞത് 100 പറയണമല്ലോ. ഇതാണ് വൈബ്. ജനം ജനചാകര. ശിവം ബസ് ഫുള്ളായി. ഇനി വേറെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അമ്മേ, എല്ലാരും പറക്കണം. അടുത്ത ആൾക്കാർ പോകേണ്ട ക്യൂ നിൽപ്പുണ്ട്. അടുത്ത ആൾക്കാർ പാർക്കിങ്ങിലോട്ടൊക്കെ പോകേണ്ട ക്യൂ നിൽപ്പുണ്ട്. നമ്മൾ ഇറങ്ങി ആക്റ്റീവ് പ്ലാന്റ് എത്തി. ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇറങ്ങി, ടയേർഡായി. 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് കുറച്ച് മഴ വന്നതുകൊണ്ട് ചെറിയൊരു ലാഗായി. പിന്നെ വീണ്ടും ഓഫ് ചെയ്തു, പിന്നെയും പ്ലേ ചെയ്തു. അങ്ങനെ പരിപാടി കഴിഞ്ഞു. പരിപാടി പെട്ടെന്നായിരുന്നു. 1 മണിക്കൂറുള്ളൂ. ഒരു 5:45 വരെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. അത് കഴിഞ്ഞ് നമുക്ക് നാളെ ട്രിവാൻഡ്രം പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ഫുള്ള് ഓടിയിട്ട് വേണം ട്രിവാൻഡ്രം എത്താൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് നേരെ ട്രിവാൻഡ്രത്തേക്കാണ്. രാവിലെ എത്തുള്ളൂ. ഇനി ഇവിടെ നിന്നൊരു 6 മണിക്കൂർ 7 മണിക്കൂർ ട്രാവലുണ്ട്. സോ അപ്പം നമ്മളിതാ പോവുകയാണ്. ഇതൊരു ആക്ച്വലി ഒരു ഭയങ്കര ഉള്ളിലോട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. അവർക്കൊരു ആക്ച്വലി അവർ തന്നെ എക്സ്പെക്ട് ചെയ്യാത്തൊരു 4000 ക്രൗഡ് അവർക്കുണ്ടായിരുന്നു. എല്ലാം മോസ്റ്റ് ഓഫ് ആൾക്കാർ ഇവിടുന്ന് തന്നെയാണ്, കാലിക്കട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നല്ല സ്ഥലം, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പൂൾ ആക്സസ് ഉണ്ട്. പിന്നെ ഫോം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്, സൗണ്ട്, DJ, പിന്നെ ഇന്ന് നൈറ്റ് ഫയർ ഷോ. അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടി അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വണ്ടി വരുന്നുണ്ട്. നല്ല ലൊക്കേഷനാണ്. പിന്നെ അവരുടെ ട്രീറ്റും നല്ല രീതിക്കാണ്. പിന്നെ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ ഒന്ന് സെറ്റായി ഒന്ന് അടിപൊളിയായിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഏരിയ കുറച്ച് ഭയങ്കര ഉള്ളിലോട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം നൈറ്റ് ഫുള്ള് ട്രാവലാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നൈറ്റ് ഫുള്ള് ട്രാവലായിരിക്കും. അപ്പോൾ ഞങ്ങൾ മാറി വണ്ടി ഓടിക്കും, മാറി ഉറങ്ങും. ഉറങ്ങി ഞങ്ങൾ രാവിലെ എത്തും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ രാവിലെ കാണാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പരിപാടി നേരത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറണം. ഓടി തൃശ്ശൂരെത്തി. ഇനിയുണ്ട് വീടൊരു 300 കിലോമീറ്റർ ഉണ്ട് വീട് വരെ. പിന്നെ വീട്ടിൽ നാളെ കല്ലറിലോട്ട് പോകണം. സോ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറണം. TNT കയറി. തൃശ്ശൂരെത്തി ഇപ്പം ഒരു TNT കണ്ടായിരുന്നു. അപ്പം TNT ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണം. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയറിയിട്ട് ഞാൻ ബാക്കി ഫുഡിൻ്റെ ഡീറ്റെയിൽസ് പറയാം.
അങ്ങനെ നമ്മൾ പറഞ്ഞ് TNT ഷവായ കഴിക്കാൻ വന്നിട്ട് ഷവായ ഓർഡർ ചെയ്ത് ഷവായ വന്നിട്ടുണ്ട് കാണിച്ചു ഇതാണ് ഗൈസ് ഷവായി ഇവിടെ ഷവായി സ്പെഷ്യൽ ഷവായാണ് നല്ല ചൂടുണ്ട് കൈപൊള്ളി ഇവിടെ സ്പെഷ്യൽ ഇതാണ് മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ സ്പെഷ്യലാണ് മാങ്ങ ഷവായി കഴിച്ചെന്ന് പറഞ്ഞ എന്തൊക്കെ വിഷയമായെന്ന് അറിയാമോ ഒരാൾക്ക് ഷവായി മേടിച്ച് ഷവായി എടുത്ത് അവിടെ എന്തൊക്കെ പറയണം അത് മൈൻഡാക്കരുത് അങ്ങനെ ചില നമ്മള് കുബൂസ് മേടിക്കേണ്ടി വരില്ലേ ഇത്ര അല്ലാതെ TNT ഈ ഇടയ്ക്ക് ഈ ഒരു മാസമായിട്ടാണ് കുറച്ച് ഫുഡ് നല്ല ബെസ്റ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ തടിച്ച് സ്പെഷ്യൽ ഫ്ലേവർ സ്പെഷ്യൽ മസാലയില് ക്ലാസിക് ഫ്ലേവർ